കുറേ എമൗണ്ടൊക്കെ പല ആൾക്കാർക്കും സുഹൃത്തുക്കൾക്ക് കൊടുത്ത് ജീവിതം തന്നെ പെരുവഴിയിലായിട്ടുള്ള പല ആൾക്കാരെയും നമുക്കറിയാം. അത്തരത്തിലുള്ള സഹായിച്ചവരിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു വർദ്ധിച്ച് ഇല്ലേ, ജീവിതത്തിൽ സ്നേഹം എന്നുള്ളത് കുറച്ച് നാളുകൾ ജീവിക്കുമ്പോൾ നമുക്കത് എവിടെയോ മിസ്സായി പോകുന്ന പോലെ തോന്നും. എന്നാൽ അങ്ങനെയല്ല. പ്രാർത്ഥന എന്നുള്ള വാക്ക് വലിയൊരു ഒരു ഒരു ശക്തിയുള്ളതാണ്. കാര്യം പ്രാർത്ഥിക്കാൻ തക്കതായി എന്തെങ്കിലും ഒരു ശക്തി, പിതൃക്കളുടെ പ്രീതി എന്നുള്ളത് നമ്മുടെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും ഊട്ടി ഉറപ്പിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അവർ അവസാന വെള്ളിയാഴ്ച എല്ലാ വർഷവും ഇവിടെ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ഭഗവത് സേവ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 2000-ഓളം ആൾക്കാർ പങ്കെടുത്തു. ഓൺലൈനിലും പ്രസാദം പാർസൽ വഴി എത്തേണ്ടവർക്ക് നിങ്ങൾക്കത്. നമസ്കാരം, ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2026 ഓഗസ്റ്റ് 9 മുതൽ 16 വരെയുള്ളതും അതോടൊപ്പം തന്നെ കർക്കടകം 24 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ ചന്ദ്രചാരവശാലുള്ള ഫലത്തെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു അവസാന വാരത്തിൽ, അതായത് കർക്കടക മാസത്തിൽ, ഒരു വർഷത്തിന്റെ അവസാന ഒരാഴ്ചകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരുന്ന ചിങ്ങം 1-ാം തീയതി മുതൽ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ചെങ്കിൽ ആ ഒരു വർഷത്തിന്റെ അവസാന നാളുകളിൽ എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ രാശിനാഥനായ ചൊവ്വ 3-ാം ഭാവത്തിൽ രുചകയോഗത്തോടുകൂടി സ്ഥിതി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ചന്ദ്രൻ ഈ ഒരു രാശിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ഒരു വാരത്തിലെ ആഴ്ചയിലെ സഞ്ചാരം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാരത്തിൽ പിന്നീട് 4-ാം ഭാവത്തിലുള്ള ബുധനും അതോടൊപ്പം തന്നെ വ്യാഴവും വളരെ യോഗം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച്. ഈശ്വരാധീനം നിറഞ്ഞ ദിവസങ്ങളാണ് ഈ ഒരു അവസാന ദിവസങ്ങൾ. തുടർന്നും ഇനി അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ മേടക്കൂറുകാരുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറും. ഒരു മടി വിട്ടുമാറി ഉന്മേഷത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഒന്നുകൂടി ആക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം വാഹനാദി ലഭ്യത, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ തീരുക, പുതിയ വീടെടുക്കുന്നതിനെ കുറിച്ചും പുതിയ ഭവനം മാറുന്നതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നതും മാറുന്നതുമായിട്ടുള്ള കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം വാഹനാദി ലഭ്യത, ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ ഒഴിവാവുക, ഇങ്ങനെ പലതരത്തിലുള്ള ക്ലേശങ്ങളാണ് നമുക്കൊരു രാശി കൊണ്ട് ചിന്തിക്കേണ്ടത്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞ് 4-ാം ഭാവത്തിലെ വ്യാഴവും ബുധനും വളരെയധികം ഈശ്വരാധീനത്തെ, അപ്രതീക്ഷിതമായ ക്ലേശങ്ങൾ തീരുന്ന ഒരു യോഗത്തെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഈ ഒരു മേടക്കൂറുകാർക്ക് ഈ ഒരു വിഷയങ്ങളിലൊക്കെ അനുകൂല സ്ഥിതിയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു ഉന്മേഷത്തോടു കൂടി, വളരെ ഉത്സാഹത്തോടു കൂടി ഒരു വാരം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവരെ സംബന്ധിച്ച് രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള ദൂഷ്യങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള ചെറിയ ചെറിയ രോഗങ്ങളും പേടിയും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധപ്പെട്ടിട്ട് തലവേദന മുതലാവട്ടെ ചെറിയ അലോസരപ്പെടുത്തുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള ഒരു വാരവും കൂടിയായിട്ട് മനസ്സിലാക്കുക മേടക്കൂറുകാർ. അതോടൊപ്പം കർമ്മ മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പുതുതായി ജോലി നേടാനുള്ള ഒരു അവസരവും കൂടിയാണ് മേടക്കൂറുകാർക്ക്. കുറേ പേരെ സംബന്ധിച്ച്, കുറേ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കരസ്ഥമാകുന്നത്, പ്രണയ ദാമ്പത്യ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ്. ഈ ഒരു ശുക്രന്റെ ഒരു അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നീചഭംഗ രാജയോഗം ആണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ വിട്ടുമാറാനും അപ്രതീക്ഷിതമായ ഒരു മധ്യസ്ഥത കൊണ്ടോ അല്ലെങ്കിൽ കുറെ നാളുകളൊക്കെ ആയിട്ട് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ചില ആൾക്കാരുടെ വാക്കുകളെ കൊണ്ടൊക്കെ ഇനി ജീവിതത്തിലേക്ക് മാറ്റം വലിയൊരു കാര്യമാണ്. കുറെ ആൾക്കാർക്ക് തിരിച്ചറിവ് വരുന്നതോടു കൂടിയിട്ടാണ് ജീവിതങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നത് നേരെയായിട്ട് വരിക. അത്തരത്തിലുള്ള ഒരു വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള വാരമാണ് ഈ മേടക്കൂറുകാർ, അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ശനിക്ഷേത്രത്തിലും ശിവക്ഷേത്ര ദർശനത്തിൽ നമഃശിവായ പഞ്ചാക്ഷരി ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ അതോടൊപ്പം തന്നെ ധാര നടത്തുന്നതും കൂവളമാല ചാർത്തുക, പിൻവിളക്ക് നടത്തുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ വളരെ ഈശ്വരാധീനം കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഈ ഒരു വാരത്തിലെ കർക്കടക സംക്രമം ആണ് അല്ലെ, കർക്കടക വാവ് എന്നുള്ള ഏറ്റവും വിശേഷമാണ്. ഈ ഒരു വാരം കഴുത്തിന്റെ ഉള്ളിൽ വരുന്ന കർക്കടക വാവില് വളരെയധികം വിശേഷപ്പെട്ട് പിതൃക്കൾക്ക് വേണ്ടുന്നതായ അർപ്പണഭാവത്തോടുകൂടി പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ സമ്പത്തിനെയും ഐശ്വര്യത്തെയും ഉറപ്പിക്കുന്നതാണ് എന്നുകൂടി ഓർമ്മയിൽ വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്. കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച്
നീചഭംഗ രാജയോഗത്തിലേക്ക് സംഭവിക്കുന്ന ശുക്രന്റെ ഒരു അനുകൂല സ്ഥിതിയാണ് രാശിനാഥന്റെ അപ്രതീക്ഷിതമായ ഒരു അനുകൂല സ്ഥിതി, ഗുണ അനുഭവങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. വാക്ക് സംബന്ധപ്പെട്ടിട്ട് ധാരാളം അനുകൂല സ്ഥിതികൾ ഇല്ലേ, സംസാരിച്ചിട്ട് പലതും നേടേണ്ടുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ സംസാരിച്ച് നേരെയാക്കേണ്ടുന്ന ആൾക്കാർക്കൊക്കെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് വരേണ്ടതാണ്. അത്തരത്തിലുള്ള അനുകൂല സ്ഥിതി വരുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാരത്തിൽ വിശേഷിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക സ്രോതസ്സാണ് ഏറ്റവും വിശേഷമായിട്ട് പറയേണ്ടത്. സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ഭാഗ്യം ഉണ്ടാവുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ കൊടുത്ത പൈസക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു വാരം ഇല്ലേ. കുറേ ആൾക്കാരായിട്ടുള്ള വിഷമാണ്, പൈസ കൊടുക്കുക സഹായിക്കുകയൊക്കെ ചെയ്യും, പിന്നീട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, പിന്നെ കണ്ടാൽ കൂടി മിണ്ടാത്ത അവസ്ഥയിലെത്തും. അത്തരത്തിലുള്ള ക്ലേശങ്ങൾ ധനഭാഗ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വാരത്തിൽ ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ അകാരണമായിട്ടുള്ള ഒരു സഹോദര കലഹങ്ങളും സൗഹൃദ ക്ലേശങ്ങളും ഉണ്ടാവാനുള്ള ഒരു വാരവും കൂടിയാണ്. അകാരണമായിട്ട് അശ്രദ്ധ കൊണ്ട് എന്നൊക്കെ പറയാം, സഹോദരന്മാരായിട്ടാവട്ടെ സഹപ്രവർത്തകരാവട്ടെ അത്തരത്തിലുള്ളവർ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ട് ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കണം ഈ ഒരു വാരം, കർക്കിടകത്തിന്റെ അവസാന വാരം എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയങ്ങളിലൊക്കെ ക്ലേശം വരുന്ന ഒരു വാരമായിട്ടാണ് മനസ്സിലാവുന്നത്. ഭൂമി ഇടപാടുകളിലാവട്ടെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ഒരു ദീർഘത്വം കാണുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. 4ാം ഭാവത്തിലെ ആ കേതു എന്നുള്ളത് കാളസർപ്പദോഷത്തിൽ നിന്നൊക്കെ വലിയൊരു അനുകൂല സ്ഥിതിയാണ് വന്നിട്ടുള്ളതെങ്കിലും കുറേ ക്ലേശങ്ങൾ മാറുമെങ്കിലും പൂർണ്ണമായിട്ട് മാറുന്ന ഒരു വാരമല്ല ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ചു. വാഹനാദി ക്ലേശങ്ങൾ നേരിയ തോതിൽ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. ആ വ്യാഴത്തോട് ചേർന്ന ബുധൻ എന്നുള്ളത് ക്ലേശങ്ങൾ മാറി വരും എന്ന് വേണം മനസ്സിലാക്കാനാണ്. വളരെ അനുകൂല യോഗങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഉന്മേഷത്തോടുകൂടി അപ്രതീക്ഷിതമായി മടിപിടിച്ചിരുന്നവർ പോലും ഉത്സാഹത്തോട് നീങ്ങുന്ന ഒരവസ്ഥയായിട്ട് കാണാം ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരും ജോലി ഉള്ളവരെ സംബന്ധിച്ചും അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. ഏറ്റവും വിശേഷിച്ചിട്ടുള്ളത് ഇടവക്കൂറുകാരുടെ വിവാഹാദി ക്ലേശങ്ങൾ വിട്ടുമാറുകയും പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങൾ വിട്ടുമാറുകയും ചെയ്യും. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്കും അനുകൂല സ്ഥിതിയായിട്ടാണ് ഈ ഒരു ഇടവക്കൂറുകാർക്ക് ഈ ഒരു ശുക്രന്റെ നീചഭംഗ രാജയോഗം എന്നുള്ളത് വളരെ അനുകൂല സ്ഥിതിയായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം ശനിക്ഷേത്ര ദർശനം ചെയ്യുക, ആ ശനിയുടെ കാഠിന്യം കുറഞ്ഞിട്ടുള്ള ഒരു കാലമായതുകൊണ്ട് മറ്റുള്ള സാമ്പത്തികപ്പെട്ടുള്ള ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്ന അനുകൂല സ്ഥിതിയായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യാഴത്തിന്റെ ഈ ഒരു 3ാം ഭാവത്തിലെ സ്ഥിതി എന്നുള്ളത് അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഒന്ന് ശ്രദ്ധ കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതേ ഉള്ളൂ. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. മകീര്യം, തിരുവാതിര, പുണർദ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറിൽ ചൊവ്വയെ കൊണ്ട് രുചകയോഗം സംഭവിക്കുകയാണ്. 2ാം ഭാവത്തിൽ ബുധനും വ്യാഴവും സ്ഥിതി ചെയ്യുന്നു, 3ാം ഭാവത്തിൽ കേതുവും, 4ാം ഭാവത്തിൽ ശുക്രൻ നീചഭംഗ രാജയോഗം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം കുറേ നാളുകൾക്ക് ശേഷമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വരുന്നത്. എല്ലാ കാര്യത്തിലും മാനസികമായിട്ടുള്ള ഒരു മടി വിട്ടുമാറി, അലസത വിട്ടുമാറി ഉത്സാഹത്തോട് നീങ്ങുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് ഇനിയുള്ള നാളുകൾ. അതോടൊപ്പം തന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലിയുള്ളവരെ സംബന്ധിച്ച് ദീർഘനാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ സാധിക്കുകയും അത് നിവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയായിട്ട് മനസ്സിലാക്കാം. ഭൂമി സംബന്ധപ്പെട്ടിട്ടും വാഹനാദി വിഷയങ്ങളിലും അനുകൂല സ്ഥിതി തന്നെയാണ് ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ഏറ്റവും കൂടുതൽ മാനസികമായ ഊർജം നിങ്ങൾക്ക് ധാരാളം ഉണ്ടാവും. അതുകൊണ്ടുകൂടി തന്നെ എല്ലാ കാര്യത്തിലും ഒരു 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 ദൃഢമായ തീരുമാനങ്ങൾ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു ഉത്സാഹം നിങ്ങൾക്ക് വളരെയധികം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു വാരമാണ്. വിദേശത്ത് യാത്ര അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ളവർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ചും ദമ്പതിമാരെ സംബന്ധിച്ചും വളരെ അനുകൂലമാണ്. ക്ലേശങ്ങൾ വിട്ടുമാറാൻ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വളരെയധികം നല്ലതാണ്. കർക്കിടകത്തിലെ അവസാനത്തിലെ ഈ ഒരു തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ് ദാമ്പത്യ ക്ലേശമുള്ളവരെ സംബന്ധിച്ച്. അതോടൊപ്പം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് സഹസ്രനാമം ജപിക്കുകയും അതോടൊപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മഹാമന്ത്രത്തെ ജപിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും
മഹാലക്ഷ്മി അഷ്ടകം മുതലായിട്ടുള്ള ദിവ്യമായ സ്തോത്രങ്ങൾ നിത്യം ജപിച്ച് ആ മാനസിക ഏകീകൃതമാക്കി മാറ്റുക മാനസികമായ ഊർജത്തെ വർദ്ധിപ്പിക്കാൻ വളരെയധികം നല്ലതാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് കർക്കിടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് വളരെ അനുകൂല സ്ഥിതിയാണ്. ആ 12ാം ഭാവപതിയായ ബുധൻ ആ രാശിയിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാഴം കർക്കിടകൻ രാശിയിൽ സ്ഥിതി ചെയ്യണു. 3ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗം എന്നുള്ള ഒരു അപൂർവ സ്ഥിതി കൊണ്ട് ആ ഒരു ശുക്രൻ, ക്ലേശങ്ങൾ ചെയ്യേണ്ടുന്നതായ ശുക്രൻ ആ സാമ്പത്തികമായിട്ടും മറ്റുള്ള ക്ലേശങ്ങളെ വിട്ടുമാറ്റാനായി അനുകൂല സ്ഥിതിയാണ്. അത്തരത്തിൽ 9ാം ഭാവത്തിലുള്ള ശനിയുടെ കാഠിന്യം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും പരോക്ഷത്തിൽ ധാരാളം അനുകൂലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ വളരെയധികം നഷ്ടതകളും കഷ്ടതകളും വിട്ടുമാറി അനുകൂല സ്ഥിതി, ജീവിതത്തിൽ എല്ലാത്തിലും ഒരു പ്രതീക്ഷയോടുകൂടി നീങ്ങാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു വാരത്തിൽ വളരെയധികം വിശേഷിച്ച് ക്ലേശങ്ങൾ വിട്ടുമാറുകയും സാമ്പത്തിക സ്രോതസ് ഉണ്ടാവുകയും അപ്രതീക്ഷിതമായ സഹായങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു നീചഭംഗ രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുക. എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് സഹായം ചോദിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ തയ്യാറായിട്ട് വരുന്ന ഒരു അപൂർവ സ്ഥിതി ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കർക്കിടകൂറുകാർക്ക് അത്തരത്തിൽ കാണാൻ സാധിക്കുക. വിദേശ യാത്രകൾക്കുള്ള യോഗമുണ്ട്. ദാമ്പത്യ പ്രണയ ജീവിതത്തിലും വളരെ ഈശ്വരാധീനവും ഐക്യതയും സ്നേഹാധിക്യവും വർദ്ധിക്കുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. കർക്കിടകൂറുകാർക്ക് കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാവും. അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾക്ക് ചിന്തിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ്. ഏറ്റവും കൂടുതൽ വിശേഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. പഠിക്കുന്ന ഏത് പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചും വളരെയധികം ഈശ്വരാധീനത്തോടുകൂടി പഠന വിഷയങ്ങളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വാരമായി മനസ്സിലാക്കുക കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനം ചെയ്യുക. ഈ ഒരു വാരത്തിൽ വരുന്ന ഓഗസ്റ്റ് 12ാം തീയതി കർക്കിടകവാവ് വളരെയധികം വിശേഷമാണ്. എല്ലാ പിതൃക്കളില്ലാത്ത നമ്മൾ ആരും ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് എല്ലാവരും പിതൃക്കൾക്ക് വേണ്ടി ഒരു ദിവസം എന്നുള്ളത് ഒരു ഫോർമലായിട്ടല്ല, അതിനെ വേണ്ടുന്ന രീതിയിൽ ഈശ്വര എന്ന ഭാവത്തോടു കൂടി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. പിതൃക്കളുടെ പ്രീതി എന്നുള്ളത് നമ്മുടെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും ഊട്ടി ഉറപ്പിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അവരെ ഈശ്വരാധീനമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ധാരാളം ദോഷങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും നിത്യജീവിതത്തിൽ. അത്തരത്തിൽ കർക്കിടകൂറുകാർ വിശേഷിച്ച് ഈ ഒരു വാരത്തിൽ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനി സംഭവിക്കാം. അതോടൊപ്പം 12ാം ഭാവത്തിൽ ബുധനും അതോടൊപ്പം തന്നെ വ്യാഴവും സ്ഥിതി ചെയ്യുന്ന ഒരു വാരമാണ്. 2ാം ഭാവത്തിൽ ശുക്രൻ നീചഭംഗ രാജയോഗം എന്നുള്ള ഒരു യോഗത്തോടു കൂടി സ്ഥിതി ചെയ്യാൻ. അത്തരത്തിൽ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈശ്വരാധീനത്തിന്റെ ഒരു പോരായ്മ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേരെയായിട്ട് വന്നു കഴിഞ്ഞാലും ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പോരായ്മ, ഒരു കുറവ് അവർക്ക് തോന്നിയേക്കാം. എല്ലാ കാര്യത്തിലും അവനവനായി പോവേണ്ടുന്ന കാര്യങ്ങളൊക്കെ മടിപിടിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ ദീർഘദൂര യാത്രകൾ നീക്കിവെക്കുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടെങ്കിൽ പുരോഗതി ഉണ്ടാവുന്ന ഒരു വാരമാണ്. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതും കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായ വാരമാണ്. ഭൂമി ലാഭം, അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾക്കൊരു തീരുമാനമാവുക. അതിപ്പോൾ പെട്ടെന്നാവില്ലെങ്കിൽ അതിനൊരു തീരുമാനം നിങ്ങളുടെ ചെവിയിൽ എത്തുക. അത്തരത്തിലുള്ള ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു വാരമായിട്ടും ഒപ്പം ആലസ്യം കൂടിയിട്ടുള്ള ഒരു വാരവുമായിട്ട് മനസ്സിലാക്കാം. അധികം ഒരു മടിയോട് കൂടിയിട്ട് തന്നെ പോകുന്ന ഒരു വാരമായിട്ടാണ് ഈ ഒരു ചിങ്ങക്കൂറുകാർക്ക് കാണുക. പ്രത്യേകിച്ച് അവർ കർമ്മമേഖലയിൽ ഒരു പൂർണ്ണ ഉത്സാഹം ഉണ്ടാവാത്ത ഒരു വാരമാണ്. ആ ചൊവ്വയുടെ 11ാമത്തെ സ്ഥിതി എന്നുള്ളത് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ളതല്ലാതാ എങ്കിൽ തന്നെയും ഒരു മനസ്സിന്റെ ഒരു ഉറപ്പില്ലായ്മ, എല്ലാ കാര്യത്തിലും ഒരു രണ്ടഭിപ്രായം കാണുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അത്യധികം അധ്വാനിക്കുന്നവരെ സംബന്ധിച്ച് പൂർണ്ണ ഫലം കിട്ടില്ലെങ്കിലും സാമാന്യം ക്ലേശങ്ങളില്ലാതെ സാമ്പത്തിക പുരോഗതി ഈ ഒരു വാരത്തിൽ ഉണ്ടാവുമെന്നുള്ളതിൽ സംശയമില്ല. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നീരാഞ്ജനം കഴിക്കുക, അതോടൊപ്പം എള്ളുതിരി അവനവന് തന്നെ കത്തിച്ചു വെക്കാൻ സാധിക്കും. അത്തരത്തിലൊക്കെ ചെയ്യുന്നത് വളരെയധികം ഈ ശനികാഠിന്യം കുറയുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഒരു 12ാം ഭാവത്തിലുള്ള ആദിത്യന്റെ ദോഷം, ഈ ഒരു ആലസ്യ ഭാവം അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ആ ഒരു മടി മാറാനുള്ളത് ഏറ്റവും നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ നിങ്ങളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ.
ഉത്രം, അത്തം, ചിത്ര നക്ഷത്രങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ ശനിയും അതോടൊപ്പം തന്നെ 11ാം ഭാവത്തിൽ ബുധനും വ്യാഴവും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മത്തിൽ ചൊവ്വയും സ്ഥിതി ചെയ്യുക. നല്ലൊരു ഈശ്വരാധീനം, അഷ്ടമാധിപതി കർമ്മത്തിൽ യോഗം ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ഈശ്വരാധീനം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. എല്ലാ ശത്രുതകളെയും മാറ്റി എല്ലാ കാര്യങ്ങളും കർമ്മമേഖല വളരെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കുന്ന അനുകൂല സ്ഥിതിയുള്ള ഒരു വാരവും കൂടിയാണ്. ഈശ്വരാധീനം ധാരാളം കിട്ടുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ അവനവന് പ്രാപ്തമാകുന്നതെല്ലാം കരസ്ഥമാകുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. വാക്ചാതുര്യം വർദ്ധിക്കുന്നതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. വിദേശ യാത്രകൾ, അതാണ് ഏറ്റവും കൂടുതൽ ഈശ്വരാധീനത്തോടുകൂടി പറയപ്പെടേണ്ടത്. വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള നാളുകളായി മാറ്റിവെച്ച യാത്രകളാവട്ടെ, മക്കളുടെ അടുത്ത് പോവുക, പ്രായമുള്ളവർ, അതോടൊപ്പം തന്നെ മക്കളുമായിട്ടുള്ള സമാഗമങ്ങൾ, കുടുംബാംഗങ്ങളുമായിട്ടുള്ള സമാഗമത്തിനൊക്കെ ഒരു അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരുടേതാണിത്. അതോടൊപ്പം തന്നെ കന്നിക്കൂറുകാർക്ക് ദാമ്പത്യ പ്രണയ ക്ലേശങ്ങളുള്ളവർക്ക് മാറ്റം വരുന്ന പറയേണ്ടത്. ഇനിയുള്ള കുറച്ച് നാളുകൾ അത് തുടരെ ഉണ്ടാവുകയും ചെയ്യും. വളരെ അനുകൂലത്തോടുകൂടി ഈശ്വരാധീനം നല്ലതുപോലെ ഉണ്ട് നിങ്ങൾക്ക്. അവനവൻ ചിന്തിക്കുന്ന ദൈവം, അതാണ് ഈശ്വരാധീനം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. അത്തരത്തിൽ ആ ഈശ്വരാധീനം ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും നമുക്ക് പ്രാർത്ഥന എന്നുള്ള വാക്ക് വലിയൊരു ഒരു ഒരു ശക്തിയുള്ളതാണ്. കാര്യം പ്രാർത്ഥിക്കാൻ തക്കതായി എന്തെങ്കിലും ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം, എങ്കിലേ പ്രാർത്ഥനകൾ ഫലിക്കുള്ളൂ എന്നാണ്. ഇപ്പോൾ പല ആൾക്കാരും പ്രാർത്ഥനകൾ ഫലിക്കുന്നില്ല എന്നുള്ളത് പറയാൻ മുൻപന്തിയിൽ ഉണ്ടാവും. എങ്കിൽ തന്നെ പ്രാർത്ഥനകൾക്ക് ഇത് മനസ്സിലാക്കിക്കോളൂ. അവനവൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ തക്കതായ ഒരു യോഗ്യത, അതാണ് ദൈവം ആവശ്യപ്പെടുക. അതെല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ആവശ്യമാണ്. നമ്മൾ എന്തെങ്കിലും പഠിച്ചത് കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ ആവില്ല. നമ്മൾ വിളിച്ചാൽ ദൈവം കേൾക്കണമെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാവണം എന്ന് സാരം. അത്തരത്തിൽ കന്നിക്കൂറുകാർക്ക് അതൊക്കെ നേരെയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അതോടൊപ്പം തന്നെ ആധ്യാത്മിക വിഷയങ്ങളിൽ ഒരു മനസ്സിന് താല്പര്യം ഉണ്ടാവുക, ആധ്യാത്മിക തീർത്ഥാടനങ്ങൾക്കുള്ള ഒരു യോഗം വരുന്ന ഒരു വാരമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് അനാരോഗ്യസ്ഥിതി വിട്ടുമാറും. കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ടുള്ള ക്ലേശങ്ങളാണ് വിട്ടുമാറിയ ഒരു അനുകൂല സ്ഥിതി കാണാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഏറ്റവും അനുകൂലം എന്ന് പറയേണ്ടതില്ല. നിങ്ങൾക്കറിയാം, 11ാം ഭാവത്തിൽ ആ ബുധൻ എന്നുള്ളത് കുറേ നാളുകളായിട്ട്, ഇനിയിപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ഒരു സമയം വരാനുമില്ല. അത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക്, ഇനിയിപ്പോൾ പുതിയ അഡ്മിഷൻ അന്വേഷിക്കുന്നവർക്കാവട്ടെ, പഠിച്ച് പൂർത്തിയായി പുതിയ കോഴ്സുകൾ പലതും അന്വേഷിച്ചിട്ട് അതിനൊരു അഡ്മിഷൻ കിട്ടാത്ത പല ആൾക്കാരും പല കൺട്രീസിലും പോയിട്ട് ചോദിക്കുന്ന ആൾക്കാർ നമ്മളെ അന്വേഷിക്കാറുണ്ട്. അത്തരത്തിൽ പെട്ടിട്ടുള്ളവർക്കൊക്കെ ഒരു സുവർണ കാലമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് അതൊക്കെ അനുകൂലപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി കരസ്ഥമാകുന്ന ഒരു വാരമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തികമായി പൂർവികമായ സ്വത്തുവകകൾ കിട്ടുന്നതും സ്വർണലാഭം ഉള്ള ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ വസ്ത്രാദി ഭക്ഷണ ലാഭം, ഇതൊക്കെയുള്ള ഒരു വാരമായിട്ട് ഈശ്വരാധീനത്തോടു കൂടി പോകാൻ സാധിക്കുന്നവരാണ് കന്നിക്കൂറുകാർ. ഈ ഒരു വാരത്തിൽ കർക്കിടകത്തിന്റെ അവസാന നാളുകളാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ആ 10ാം ഭാവത്തിലെ ചൊവ്വ ധർമ്മദൈവമായി കണ്ടുകൊണ്ട് ഭഗവതിക്ക് ഭഗവതി സേവ നടത്തുന്നതും, അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ ഈ ഒരു വാരം അത്ഭുതപൂർണമാക്കി മാറ്റും ഈ ഒരു കന്നിക്കൂറുകാർക്ക് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ പാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച്, തുലാവക്കൂറുകാർക്ക് മഹാഭാഗ്യം, ഈശ്വരാധീനം, കർമ്മരാശിയിൽ വ്യാഴം വരിക എന്നുള്ളത് ഒട്ടുമിക്ക രാശിക്കും വളരെ അനുകൂലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടായി കഴിഞ്ഞാലും ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിട്ടായാലും രാജ്യത്തെ സംബന്ധിച്ചിട്ടായാലും ഒക്കെ ചിന്തിക്കുന്നത് ഈ ഒരു രാശി കൊണ്ടാണെങ്കിൽ കർമ്മരാശി വളരെ മുഖ്യമായിട്ടുള്ളതാണ്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ തുലാവരാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഈശ്വരാധീനം നിറഞ്ഞ വാരം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാനസികമായ ഒരു തിരിച്ചറിവുകളും മാനസികമായ ഒരു ഐക്യത വർദ്ധിക്കുക, അവനവനോട് തന്നെ ഒരു മതിപ്പ് തോന്നുന്ന ഒരു വാരമായിട്ടാണ് ഈ ഒരു തുലാവക്കൂറുകാർക്ക് മനസ്സിലാവുക. അത് വിദ്യാർത്ഥികളാവട്ടെ, പ്രായമുള്ളവരാകട്ടെ, എല്ലാവർക്കും ഒരു അനുകൂല സ്ഥിതിയായിട്ടാണ് ഈ ഒരു വാരത്തിൽ മനസ്സിലാക്കുക. അതോടൊപ്പം കർമ്മമേഖലയിലുള്ള വ്യാഴം കർമ്മസ്ഥിതി തന്നെ പറഞ്ഞു തുടങ്ങാം. വളരെയധികം ഈശ്വരാധീനത്തോടുകൂടി ജോലി അന്വേഷിക്കുന്നവർക്കും ജോലിയിലുള്ളവർക്കൊക്കെ ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാത്തിലും ഒരു പൂർണ്ണത വരുത്താനും എല്ലാത്തിലും ഭംഗിയാക്കി പൂർത്തിയാക്കാനുള്ള ഒരു ചാതുര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്.
കർമ്മ മേഖലയിലുള്ളവർക്ക് പ്രശസ്തി കിട്ടും. പലതരത്തിൽ അതാത് മേഖലയിൽ നിങ്ങൾക്ക് പ്രശസ്തിക്ക് പാത്രമാവുന്നത് എന്തോ അതൊക്കെ നിങ്ങളിലൂടെ സംഭവിക്കുന്ന ഒരു വാരമായിട്ടാണ് മനസ്സിലാവുന്നത് ലാഭക്കൂറുകാർക്ക്. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയുള്ള വാരമാണ്. പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളവർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടാനുള്ള ഒരു വാരമായിട്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ വരുന്നത്. അതോടൊപ്പം വിദേശ യാത്രകളും ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ. നിങ്ങൾക്കറിയാം, ആ രാശി നോക്കിക്കഴിഞ്ഞാൽ 7ാം ഭാവത്തിലെ ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥിതനായിക്കൊണ്ട് സർവാഭിഷ്ട രാശിയിൽ യോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഈശ്വരാധീനം ദാമ്പത്യ ജീവിതത്തിലാണ് തുലാവക്കൂറുകാർക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഒരു സ്നേഹാധിക്യം വർദ്ധിച്ച് ഇല്ലേ, ജീവിതത്തിൽ സ്നേഹം എന്നുള്ളത് കുറച്ച് നാളുകൾ ജീവിക്കുമ്പോൾ നമുക്കത് എവിടെയോ മിസ്സായി പോകുന്ന പോലെ തോന്നും. എന്നാൽ അങ്ങനെയല്ല. തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു സുഖാനുഭവം ജീവിതത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. മാനസികമായി സന്തോഷം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും കൊച്ചു മക്കളെ സംബന്ധിച്ചും ഒക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഭഗവതിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും അതോടൊപ്പം തന്നെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ആരോഗ്യ ക്ലേശങ്ങളുള്ള മധ്യവയസ്സിന് മുകളിലുള്ളവർ ധന്വന്തരി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറുകാരുടെ 4ാം ഭാവത്തിൽ രാഹുവും 5ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഷ്ടമരാശിയിലായിട്ട് ചൊവ്വ സഞ്ചരിക്കുകയാണ്. ഈ ഒരു 6ാം ഭാവപതി അഷ്ടമത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് അത്ര അനുകൂല സ്ഥിതിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രാശിനാഥനും കൂടിയായ ചൊവ്വ അഷ്ടമത്തിലായതുകൊണ്ട് അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് ഈ ഒരു വൃശ്ചികക്കൂറുകാർക്ക്. ആരോഗ്യപരമായ കാര്യത്തിലാണ് ഈ പറയുന്നത്. ആരോഗ്യപരമായി അകാരണമായ രോഗങ്ങൾ ക്ഷണിച്ചു വളർത്തുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട് ഭക്ഷണക്രമങ്ങളാവട്ടെ, ഇതൊക്കെ മാറ്റം വരുന്നതും അനാരോഗ്യ സ്ഥിതി കൊണ്ടുവരുന്ന വാരമായിട്ടും, അതോടൊപ്പം തന്നെ വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരു അഷ്ടമത്തിലെ ചൊവ്വയുടെ ഈ ഒരു സ്ഥിതി താൽക്കാലികമായിട്ടെങ്കിലും മാനസികമായ ദുഃഖം, കുടുംബാംഗങ്ങളുമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭൂമിപരമായിട്ടുള്ള ഇടപാടുകളിൽ ക്ലേശം വരിക, അതോടൊപ്പം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പലതിലും തടസ്സങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവാനൊന്ന് ശ്രദ്ധ കരുതി വേണം നീങ്ങാൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വൃശ്ചികക്കൂറുകാർ. കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവുന്നതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. കാര്യം ഈ ഒരു കാളസർപ്പ ദോഷത്തിൽ നിന്ന് മുക്തരായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ 11ാം ഭാവത്തിലുള്ള ഈ ഒരു ശുക്രന്റെ നീചഭംഗ രാജയോഗം, ഇതൊക്കെ കൂടി തന്നെ ഒരു അനുകൂല സ്ഥിതിയാണ് പൂർണ്ണമായിട്ട് ഈ വൃശ്ചികക്കൂറുകാർക്ക് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹ, ദാമ്പത്യ, പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ അത്ഭുതപരമായിട്ട് മാറ്റപ്പെടുന്നതാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ സഞ്ചരിച്ച ദമ്പതിമാരെ സംബന്ധിച്ച് ഈ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ആ ക്ലേശങ്ങൾ വിട്ടുമാറി അതിനെന്തെങ്കിലും ഒരു ചെറിയ കാരണം, ആ ഒരു തെറ്റുണ്ടായതുപോലെ തന്നെ ആ ഒരു ശരിയാവുന്ന ഒരു അനുകൂല സ്ഥിതി പെട്ടെന്നുണ്ടാവും. അതാണ് ഈശ്വരാധീനം. അത്രയും ഈ ഒരു വാരത്തിൽ കാണാൻ സാധിക്കും. ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ ക്രമക്കേടുകളോ ക്ലേശങ്ങളോ തിരിച്ചറിയുന്ന, അറിയപ്പെടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. സാമ്പത്തികമായിട്ടുള്ള അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. സാമ്പത്തികമായിട്ടുള്ള ധന അനുകൂല സ്ഥിതി ജീവിതത്തിൽ ഉപകരിക്കുന്ന രീതിയിലേക്ക് പലതും ഭാവിയിലേക്കുള്ള പല പദ്ധതികളായിട്ട് നിക്ഷേപിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു വൃശ്ചികക്കൂറുകാർ. അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം, ശനിക്ഷേത്ര ദർശനം, ഇതൊക്കെ വളരെയധികം അനുകൂലത്തിൽ കൊണ്ടെത്തിക്കും ഈ ഒരു വൃശ്ചികക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനുക്കൂറുകാർക്ക് 4ാം ഭാവത്തിൽ ശനി വക്രസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഷ്ടമത്തിൽ വ്യാഴവും ബുധനും സഞ്ചരിക്കുകയാണ്. 7ാം ഭാവത്തിൽ 5ാം ഭാവപതിയായ ചൊവ്വ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി ഈ ഒരു രാശിയിലേക്ക് പൂർണ്ണമായി സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അല്പസ്വല്പം സാമ്പത്തികമായ ക്ലേശങ്ങളും ചെറിയ ചെറിയ മനോവിഷമങ്ങളും ഉണ്ടാവാനുള്ള ഒരു വാരമാണ്. വാഹനാദി ക്ലേശങ്ങളിൽ അനുകൂല സ്ഥിതിയാണ്. ശനി 4ാം ഭാവത്തിലെങ്കിലും പൂർവികമായ സ്വത്തുവകകൾ കിട്ടുന്നതും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും അനുകൂല സ്ഥിതി വരുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ സ്ഥലം വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ അനുകൂല സ്ഥിതിയായിട്ട് തന്നെ മാറും ഈ ഒരു വാരം.
അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് വളരെ ചേർന്നു പോകാനും വളരെ അവരെ സമാഗമത്തിനുള്ള ഒരു യോഗം, കുടുംബാംഗങ്ങളുമായി കുറേ നാളുകളായിട്ട് കാണാത്ത ആൾക്കാരെ കാണാനുള്ള യോഗം, സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ ഉണ്ടാവുക. കഴിഞ്ഞ 1-2 വാരങ്ങളിലായിട്ടും കുറച്ച് നാളുകളായിട്ട് അത്ഭുതപൂർണമായ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാവുക. വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു അനുകൂല സ്ഥിതി വരുന്നത്. അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിലും വളരെ അനുകൂല സ്ഥിതിയായിട്ട് മാറുന്നതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ദൂരദേശ യാത്രകൾക്ക് അനുകൂല സ്ഥിതി വന്നേക്കാവുന്ന ഒരു വാരവും കൂടിയാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്കും അതിനുള്ള സാധ്യതകളും യോഗങ്ങളും ചേർന്ന് വരുന്ന ഒരു വാരവുമാണ്. ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഭഗവതി സേവ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ കർമ്മമേഖലയിലുള്ള തടസ്സങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ക്ലേശങ്ങളും ഉള്ളവരെ സംബന്ധിച്ച് ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ വ്യാഴം വളരെ അനുകൂല സ്ഥിതിയായിട്ട് സഞ്ചരിക്കുകയാണ്. 6ാം ഭാവത്തിൽ ചൊവ്വയും അതോടൊപ്പം 3ാം ഭാവത്തിൽ ശനിയും 2ാം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഷ്ടമത്തിലുള്ള കേതുവും 9ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗം നടത്തുക. ഇത്തരത്തിലും അനുകൂല സ്ഥിതിയും പ്രതികൂല സ്ഥിതികളും ലേശം ലേശം കാണുന്ന ഒരു സ്ഥിതിയാണ് ഈ ഒരു മകരക്കൂറുകാർക്ക്. അനാരോഗ്യസ്ഥിതി ഈ ഒരു വാരത്തിൽ ചർച്ചയായേക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയൊരു ശ്രദ്ധ വേണ്ടുന്ന ഒരു വാരമാണ്. അകാരണമായിട്ടുള്ള അസുഖങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തും. അതോടൊപ്പം തന്നെ കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാവും. മറിച്ച് അത്തരത്തിലുള്ള ഒരു അനുകൂല സ്ഥിതിയുണ്ട്. കർമ്മമേഖല ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി മാറ്റം കിട്ടുന്നതിനും പുതിയ ജോലി അന്വേഷിച്ചവർക്ക് അതിന് റിസൾട്ട് കിട്ടുന്ന ഒരു വാരമായിട്ടും അതോടൊപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെയധികം അനുകൂലമാണ്. പുതിയ പഠന വിഷയങ്ങളിലായാലും അതോടൊപ്പം തന്നെ പഠിച്ചിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വളരെ ഉത്സാഹം കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. വിദ്യാർത്ഥികൾക്ക് വിദേശ യാത്രകൾക്ക് ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ചും ദമ്പതിമാരെ സംബന്ധിച്ചും അനുകൂല സ്ഥിതിയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ അനാരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖമുള്ളവരും ശിരോരോഗമുള്ളവരും സന്ധിരോഗമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വാരം തന്നെയാണ്. സഹോദര സൗഹൃദ ബന്ധങ്ങളിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു വാരമാണ്. സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവും. എങ്കിലും അകാരണമായ ചെലവുകളും അശ്രദ്ധ കൊണ്ടുള്ള ധനനഷ്ടത്തിനുള്ള ഒരു യോഗമുണ്ട് ഈ ഒരു മകരക്കൂറുകാർക്ക്. ശ്രദ്ധയോടെ നീങ്ങാൻ സാധിക്കുക. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശിവന് ധാര നടത്തുന്നതും കൂവളമാല അർച്ചനയ്ക്ക് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഗുരുവായൂരപ്പന് നെയ്വിളക്ക് സമർപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം ശ്രേഷ്ഠകരമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് ജന്മരാശിയിൽ രാഹുവും 2ൽ ശനിയും അതോടൊപ്പം തന്നെ 5ാം ഭാവത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്നു. 6ാം ഭാവത്തിൽ ബുധനും അതോടൊപ്പം വ്യാഴവും 7ാം ഭാവത്തിൽ ആദിത്യൻ. അഷ്ടമത്തിലാണ് ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നീചഭംഗ രാജയോഗം സംഭവിക്കുക. അഷ്ടമത്തിലുള്ള ശുക്രൻ എന്ന് കേൾക്കുമ്പോഴേക്ക് ഒരു കഷ്ടപ്പാട് തോന്നാം. എങ്കിൽ ഇവിടെ അനുകൂല സ്ഥിതിയാണ്. ഈ ഒരു കുംഭക്കൂറുകാർക്ക് അഭൂതപൂർവമായ അനുകൂല സ്ഥിതിയാണ്. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നിങ്ങൾക്ക് വരും. പ്രത്യേകിച്ച് കൊടുത്ത ധനം തിരിച്ചു കിട്ടുക, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചത് തിരിച്ചു കിട്ടുക. പ്രത്യേകിച്ച് കുറേ എമൗണ്ടൊക്കെ പല ആൾക്കാർക്കും സുഹൃത്തുക്കൾക്ക് കൊടുത്ത് ജീവിതം തന്നെ പെരുവഴിയിലായിട്ടുള്ള പല ആൾക്കാരെയും നമുക്കറിയാം. അത്തരത്തിലുള്ള സഹായിച്ചവരിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ച് കുറച്ചെങ്കിലും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ വാക്ക് ദോഷങ്ങൾ തീരും. അതായത് സൗഹൃദങ്ങളിൽ തമ്മിലുണ്ടായ ക്ലേശങ്ങളും ചെറിയ കാര്യങ്ങളിലുള്ള അകാരണ തർക്കങ്ങളൊക്കെ വിട്ടുമാറി സ്നേഹത്തിലാവുന്ന ഒരു യോഗം ഉണ്ട് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവും ഈ ഒരു വാരത്തിൽ. ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ച് വാഹനാദി ലാഭം, വണ്ടി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ അനുകൂലപ്പെട്ട ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അനുകൂല സ്ഥിതിയാണ് ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറും. അതോടൊപ്പം വിവാഹം കരസ്ഥമാവും. അതായത് വിവാഹം വന്നു ചേരും. അതിന് പറ്റിയതായ അനുകൂലപ്പെട്ടിട്ടുള്ള യോഗമുള്ളതാണ്. അല്ലെങ്കിൽ പ്രപ്പോസൽസ് വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളിപ്പോൾ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തിലെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹാദി വിഷയങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ പ്രണയ ജീവിതത്തിലും ഏതാണ്ട് അതുപോലെ തന്നെ
അതുപോലെ തന്നെ ഈ ഒരു കുംഭക്കൂറുകാർ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങളുള്ളവർക്ക് അത് മാറാൻ നല്ലതാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സാമ്പത്തികമായ ഭദ്രതയുണ്ടാവാൻ ധനലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ബിസിനസ് പരമായിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ അത് സ്ഥാപിക്കുന്നത് അനിവാര്യവുമാണ്, വളരെ ഐശ്വര്യപ്രദവുമായിട്ടുള്ളതാണ്. അത്തരത്തിലൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. കുംഭക്കൂറുകാർക്ക് ഈ ഒരു വാരം മുതൽ വളരെ ഐശ്വര്യപൂർണ്ണമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ ശനിയുടെ ഈ ഒരു കാഠിന്യം കുറഞ്ഞ ഒരു വക്രസഞ്ചാരത്തിന്റെ ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അബദ്ധങ്ങളായെങ്കിലും വിഷമങ്ങളായെങ്കിലും ബുദ്ധിമുട്ടായെങ്കിലും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ചെറുത് മുതൽ വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ ക്ലേശങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന അവനവനായിട്ടുള്ള ക്ലേശങ്ങളും മാനസിക വിഷമങ്ങളും ഒക്കെ കുറയുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. ആ ശനിയുടെ അതേ രാശിയിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്ഥിതിയാണ്. അതേ അവസ്ഥയിൽ നിന്ന് തന്നെ ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യാനും പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഒരു 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 ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രത്യേകിച്ച് ദാമ്പത്യ പ്രണയ ജീവിതത്തിലാണ് ഏറ്റവും അനുകൂലങ്ങൾ. പലതരത്തിലുള്ള പിടിവാശികൾ വിട്ടുമാറുക അങ്ങനെയൊക്കെ പറയാറില്ലേ, അത്തരത്തിലെ കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ട് ദാമ്പത്യ ജീവിതം തകർന്നിട്ടുള്ള പല ആൾക്കാർക്കും അതിൽ നിന്നൊക്കെ ഒരു അയവ് വരുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ ജീവിതത്തിലേക്ക് അനുകൂല ചേർത്ത് വെക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള അനുകൂല സ്ഥിതി, സന്താനങ്ങളുടെ ഒരു സന്തോഷം, ഐക്യതയുള്ള ഒരു വാരം. പ്രത്യേകിച്ച് ഈ മീനക്കൂറുകാർക്ക് ഇപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെ ഉണ്ട്, ദമ്പതിമാര് തെറ്റി താമസിക്കുക, രണ്ട് സ്ഥലത്തായിട്ട് താമസിക്കുക. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള കുട്ടികൾ എന്ത് പിഴച്ചു എന്നാണ്. കുട്ടികളെ സംബന്ധിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ പല ആൾക്കാരോട് നമ്മൾ വരുമ്പോഴേ കുട്ടികളുള്ളവരാണെങ്കിൽ പിന്നെ അവരോട് അധികം ചർച്ച ചെയ്യാറില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ ചേരണം എന്നേ പറയാറുള്ളൂ. കാരണം ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു സന്തോഷം ജീവിതത്തിൽ, ക്ലേശങ്ങൾ ആ പിടിവാശികളൊക്കെ വിട്ടുമാറി ദാമ്പത്യ ജീവിതത്തിലെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ വാഹനാദി ലഭ്യത, ഭൂമി ആഭരണാദി വിഷയങ്ങളിലൊക്കെ അനുകൂല സ്ഥിതിയാണ്. അതൊക്കെ നമുക്ക് ചേർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാവും. ഭൂമി ഇടപാടുകളിലൂടെയൊക്കെ അപ്രതീക്ഷിത ഭാഗ്യം, വിൽക്കാൻ വെച്ചിട്ടുള്ള ഭൂമിയൊക്കെ പെട്ടെന്ന് കച്ചവടമായി പോകുന്ന ഒരു കാലഘട്ടമാണ്. വണ്ടി വാങ്ങൽ വിൽക്കൽ തുടങ്ങിയതായ ബിസിനസ് ചെയ്യുന്നവർക്ക്, അതോടൊപ്പം വാഹനം ഓടിച്ച് വണ്ടി ഓടിച്ച് ജീവിക്കുന്നവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. സാമ്പത്തികമായ പുരോഗതിയാണ്. അപ്രതീക്ഷിത ധനഭാഗ്യം എന്നുള്ളതിൽ ഈ ലോട്ടറി പരീക്ഷണങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കുറച്ചൊക്കെ അതിലൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ലാഭങ്ങളും മറ്റും അപ്രതീക്ഷിതമായി കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ അകാരണമായിട്ടുള്ള ശത്രുതകൾ വിട്ടുമാറും. ശത്രുതയിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ബന്ധുജനങ്ങളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, ജീവിതത്തിലാവട്ടെ, അതൊക്കെ അനുകൂലത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായിട്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനിക്ക് നീരാഞ്ജനം നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ കുബേര യന്ത്രം, ഈ ധന സംബന്ധപ്പെട്ടുള്ള അപ്രതീക്ഷിത കാലഘട്ടത്തിലെ ധനസമ്പത്ത് നല്ലതുപോലെ ബുദ്ധിയോടുകൂടി ചേർത്ത് വെക്കാനാണ് ഇത്തരത്തിലുള്ള യന്ത്രങ്ങളും നാമജപങ്ങളുമാണ് അതിൻ്റെ പ്രധാനം. അതുകൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ജീവിതത്തിൽ വിട്ടുമാറാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അത്തരത്തിൽ ഈ വാരത്തിലെ ഒരു വാരം വളരെ വിശേഷപ്പെട്ടതാണ്. കർക്കടകത്തിൻ്റെ അവസാന നാളുകൾ എന്ന് പറയുമ്പോൾ പുതിയ ഒരു ചിങ്ങത്തിലേക്ക്, ചിങ്ങപ്പുലരിയിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിൽ ഐശ്വര്യം ജീവിതത്തിൽ എല്ലാവർക്കും വരട്ടെ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഈ ഒരു കഴിഞ്ഞ വർഷത്തിലുള്ള എല്ലാ വിഷമങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ക്ലേശങ്ങളും വിട്ടുമാറി അതൊക്കെ ഈശ്വരാധീനം കൊണ്ട് തന്നെ ഇനിയൊരു കണക്ക് ബാക്കിയില്ലാതെ, അപ്പോഴാണ് ഈശ്വരാധീനം ഉണ്ടാവേണ്ടത്, അങ്ങനെ തീർക്കുക. നമുക്ക് തീർത്ത് അങ്ങനെ നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മന്ത്രശാലയിൽ നടത്തുന്ന കർക്കടകത്തിലെ അവസാന വെള്ളിയാഴ്ച എല്ലാ വർഷവും ഇവിടെ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ഭഗവത് സേവ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 2000-ഓളം ആൾക്കാർ പങ്കെടുത്തു. ഓൺലൈനിലും മറ്റുമായി പേരും നാളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തിലും നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ഇതിൽ പേര് അയക്കാവുന്നതാണ്. നേരിട്ട് ബുക്ക് ചെയ്യേണ്ടവർക്ക്, പ്രസാദം പാർസൽ വഴി എത്തേണ്ടവർക്ക് നിങ്ങൾക്കതിൽ വാട്സപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.